കിച്ചു രേണുസുതി ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ ഇടാൻ ആർക്കാൻ പറ്റാത്തത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ഏൽപ്പിച്ച ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങളൊക്കെ അങ്ങനെ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാരനെ വിളിച്ച പല കാര്യങ്ങളും എൻക്വയറി രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. ആരും നല്ലതാണെന്ന് ശ്രദ്ധിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യേണ്ട. രാഹുൽ ദാസിന്റെ ഒരു വഴിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാണ്. രാഹുൽ ദാസ് പഠിച്ച് നല്ല ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്, വേണമെങ്കിൽ ഇവിടെ വന്ന് ജീവിക്കാം. ഈ കിച്ചു ശരിക്കും പറഞ്ഞാൽ കിച്ചുവിനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് ഈ കിച്ചുവിനെ ഒരു ദുഷ്ട കഥാപാത്രമാക്കി അല്ലെങ്കിൽ ഒരു വില്ലൻ രീതിയിലോട്ട് ആക്കി തീർക്കാനായിട്ട് പല രീതിയിൽ പലരുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാവുന്നതായിട്ട് പല കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും തോന്നിപ്പോകുന്നു. എനിക്ക് മാത്രം തോന്നിയ കാര്യമാണോ എന്ന് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം തോന്നുന്നുണ്ട്. കാരണം എല്ലാം കിച്ചുവിൻ്റെ ഇതിലോട്ട്, അതായത് കിച്ചുവാണ് ഒരു ദുഷ്ട കഥാപാത്രം അല്ലെങ്കിൽ കിച്ചുവാണ് ഒരു വില്ലൻ കഥാപാത്രം എന്നുള്ള തരത്തിൽ കിച്ചുവിൻ്റെ തലയിലേക്ക് എല്ലാം അങ്ങ് ഇട്ടുകൊടുക്കാവുന്ന ആ ഒരു തരത്തിലോട്ടുള്ള ഒരു നീക്കം എവിടെന്നെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ തന്നെ പല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. അത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ രേണു കിച്ചു വിഷയത്തിന് ശേഷമാണ് വളരെ വലിയ തോതിൽ കിച്ചുവിൻ്റെ അടപ്പിക്കാനായിട്ട് പലരും പല വഴിയിലൂടെ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. അതിൽ ഒരിതെന്ന് പറയുന്നത് ഈ രേണുവിൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ വന്നിട്ട് രേണു ആത്മഹത്യ ചെയ്യാൻ പോയി, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ കാരണക്കാരൻ കിച്ചുവാണ്, കിച്ചു അങ്ങനത്തവനാണ്, കിച്ചു മറ്റവനാണ്, മറച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പേരിൽ അങ്ങ് പല രീതിയിൽ അങ്ങ് പറഞ്ഞങ്ങ് വളരെ വല്ലാത്ത തരത്തിലോട്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ വീഡിയോയുടെ സംഭവം എന്താണ്, അതിൻ്റെ റിയാലിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ പിന്നെ അറിഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ രേണു ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നുള്ളതും അറിഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ അറിഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ എന്തിനാണ് ഈ കള്ളത്തരങ്ങൾ പടച്ചുണ്ടാക്കുന്നത്? അതും കിച്ചുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തിനാണ് ഈ കള്ളത്തരങ്ങൾ പടച്ചുണ്ടാക്കുന്നത് എന്നാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത്രത്തോളം ഒരു വലിയ ഒരു തരത്തിൽ രേണു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രേണു ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അത് എന്തർത്ഥത്തിലായിരിക്കും അങ്ങനെ ചെയ്തത്? അതിലൂടെ കിച്ചുവിനെ കൊടുക്കാനാണോ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു തരത്തിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്? ഇപ്പോൾ അതിനുശേഷം ബിഷപ്പിൻ്റെ ഒരു വീഡിയോ ഇപ്പം വീണ്ടും വന്നിരിക്കുന്നു. അതും കിച്ചുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ. ഈ വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ രേണുവിനെ ആ ഒരു തരത്തിൽ വിമർശിച്ചിട്ടുള്ള, അതുപോലെ രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഫാദർ. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയാണ് ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കിച്ചുവിന് എഗെയിൻസ്റ്റ് ആയിട്ടും പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്നാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഫാദർക്കായാലും എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്താ പറയുക ഇടപെടാനും അതോടൊപ്പം തന്നെ ഒരുമാതിരി എന്താ പറയുക മറ്റുള്ളവരെ ഇതാക്കി പറയാനും ഒക്കെ എന്തിനാണ് ഈ ഒരു വീഡിയോ, ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തതെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ശരിക്കും. കാരണം ആവശ്യമില്ലായിരുന്നു. കാരണം ഈ ഫാദർ തന്നെ ഒരു ഘട്ടത്തിൽ രേണുവിനെ വിമർശിച്ചിട്ടുള്ള ഒരു ആളാണ്. രേണുവിനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള വീഡിയോസ് സഹിതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ രേണുവിന് ഇങ്ങനെ ഒരു സാഹചര്യമാണ് എന്നത് മനസ്സിലാക്കിയിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് സമ്മതിക്കുന്നു. പക്ഷെ അതിന് ഈ കിച്ചുവിനെ എന്തിനാണ് ഈ ഒരു തരത്തിൽ വലിച്ചിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന രീതിയിൽ അവന് വേണമെങ്കിൽ അവിടെ വന്ന് താമസിക്കാം, മുറി താമസിക്കാം, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തരം അവനെ ആക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവനെ എന്തോ ആജ്ഞാപിച്ച് അനുസരിപ്പിക്കുന്ന തരത്തിലോട്ടൊക്കെ ഇതുപോലെ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കിച്ചുവിനോട് ഇവർക്കൊക്കെ ഇത്രത്തോളം ഒരു ഇതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്നാൽ കിച്ചുവിൻ്റെ അടപ്പിക്കണോ അല്ലെങ്കിൽ കിച്ചുവിനെ എങ്ങനെയെങ്കിലും തകർക്കാനാണോ ശരിക്കും പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ? കാരണം കുറച്ച് ദിവസമായിട്ട് കാണുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിക്കുന്ന മാതിരി തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം കിച്ചുവിന് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കിച്ചു വന്നിട്ടില്ല എന്ന് പറയുന്നത്. ആ ഒരു സംഭവം തൊട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു. അതിനുശേഷം പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും കണ്ടതാണ്. കിച്ചു വീഡിയോ ചെയ്തു, രേണു വീഡിയോ ചെയ്തു, അങ്ങനെ മാറി തിരിഞ്ഞ് കുറേയധികം സംഭവവികാസങ്ങൾ നടന്നു.
കിച്ചുവിന് ഒരുപാട് സപ്പോർട്ട് വന്നു. രേണുവിന് ഈ ഒരു വിഷയത്തിന് ശേഷം, ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് മാറി പോസിറ്റീവ് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണു തന്നെ അതിൽ കുറേയധികം നെഗറ്റീവ് വീണ്ടും ഉണ്ടാക്കി വയ്ക്കുന്ന തരത്തിലോട്ട് പല രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കിച്ചുവിൻ്റെ കാര്യം പറഞ്ഞ് അത് ഇത് ചെയ്ത് പിന്നെ ലാസ്റ്റ് പ്രതികരിച്ചുകൊണ്ട് വന്നിട്ട് അതിലും കുറേയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അപ്പോൾ കിച്ചുവിന് സത്യത്തിൽ ഇപ്പോൾ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. കിച്ചുവിന് ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അവൻ്റെ കാര്യം നോക്കി അവൻ ഒരു കാര്യത്തിൽ ഇടപെടാതെ അവൻ്റെ സ്വന്തം കാര്യം നോക്കി അവൻ്റെ സ്വന്തം കാര്യം നിൽക്കാനുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിലൊരു തടസ്സമുണ്ടാക്കുക, ഈ പറയുന്ന രീതിയിൽ അവൻ വളരണ്ട, അല്ലെങ്കിൽ അവൻ സ്വന്തം കാര്യം നിൽക്കണ്ട, അല്ലെങ്കിൽ അവന് ആരും ഇഷ്ടപ്പെടണ്ട എന്നൊക്കെയാണോ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കിച്ചുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്? അല്ല, മനസ്സിലാവുന്നില്ല. കാരണം അതുപോലെ പല കാര്യങ്ങളും പലരും ഈ പറയുന്ന കിച്ചുവിനെതിരെ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. എന്തായാലും കാര്യങ്ങൾ കിച്ചുവിനെ ലക്ഷ്യം വെച്ചിട്ടാണ്, കിച്ചുവിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. കിച്ചുവിനെ എങ്ങനെയും കിച്ചുവിൻ്റെ വാ അടപ്പിക്കണം, അവനിനി മിണ്ടരുത്, കിച്ചുവിനെ എങ്ങനെയെങ്കിലും തകർക്കണം. അതൊക്കെയാണ് ഈ പറയുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട്. എന്തായാലും കണ്ടറിയാം. അതോടൊപ്പം തന്നെ ഈ രേണു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണാം. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരിക്കലും എന്താ പറയുക, ഈ രോഗം വന്ന ഒരു മനുഷ്യനും എന്താ പറയുക രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാമെന്ന് വേറൊന്നുമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അവർക്ക് എൻ്റെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയി അതുപോലെ കിടപ്പായിരിക്കും. കിടന്നുകൊണ്ട് ആ സമയത്തെ വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയാലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വരുമാന മാർഗ്ഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ്. ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളപ്പം എൻ്റെ ഈ രോഗത്തിന്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയൊക്കെ. രേണു ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, രേണുവിനെ ഞാനും ഈ ഒരു കാര്യം അറിയുന്നതിന് മുന്നേ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം ഞാൻ രേണുവിനെ വിമർശിക്കാനായിട്ട് നിന്നിട്ടില്ല. രേണു ഇതിൽ നിന്നും റിക്കവറായി വരണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം രേണു മനസ്സിലാക്കണം, ഈ ആവശ്യമില്ലാത്ത ഈ വീഡിയോസിൽ വന്ന് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാതിരിക്കുക. മാക്സിമം പല കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് സംസാരിക്കാനായിട്ട് നിൽക്കുക. പലതും ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാതിരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് രേണുവാണ്. അതിലാണ് പലപ്പോഴും പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യം. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രേണുവിന് എന്താ പറയുക, ആരും മനഃപൂർവ്വം വന്ന് കുറ്റം പറയാനോ എടുക്കാനോ ഒന്നും നിൽക്കുന്നില്ല. എല്ലാം രേണു ഇട്ടുകൊടുക്കുന്ന ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് പല രീതിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് രേണുവിനെ കുറിച്ച് പറയുന്നതെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, രേണു എന്തിനാണ് ഈ പറയുന്ന വ്യക്തികൾക്ക് പ്രതികരിക്കാനായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും പല കമൻറ്റുകളും രേണു നോക്കിയിട്ട് അതിൽ പ്രതികരിക്കാൻ. അതിൽ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. രേണു സ്റ്റോറി ആക്കിയിട്ടാണ്, പലതും രേണു സ്റ്റോറി ആക്കിയിടുന്നത്. എന്തിനാണെന്നത് മനസ്സിലാവുന്നില്ല. അതൊന്നും ഞാൻ വായിക്കാം. എന്നെ മാനസികമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കമൻ്റ് ഇടുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അക്കൗണ്ട് എടുത്തുകൊണ്ട് രേണു സ്റ്റോറി ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുറേയധികം സ്റ്റോറി ഇതുപോലെ കുറേയേറെ കമൻറ്റുകൾ എടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ? അല്ല, അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇത് നമ്മൾ പബ്ലിക്കായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴോ ചെയ്യുമ്പോഴോ അതിൽ പ്രതികരണങ്ങൾ പല രീതിയിലുണ്ടാകും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചങ്ങ് വിട്ടുകളയുക. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ രേണു എന്തിനാണ് അതിനൊക്കെ പ്രതികരിക്കാനായിട്ട് പോകുന്നത്? രേണു തന്നെ പറയാം, എന്നെ മാനസികമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കമൻറ്റ്. രേണു എന്തിനാണ് അതുപോലുള്ള കമൻറ്റുകൾ വായിച്ചു നോക്കാനായിട്ട് നിൽക്കുന്നത്? ഈ ഒരു സാഹചര്യത്തിലെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഈ എന്താ പറയുക, ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഈ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്ന തരത്തിലും കമൻറ്റിന് പ്രതികരിക്കുന്ന തരത്തിലൊക്കെ ഒഴിവാക്കിക്കൂടെ? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ഓരോ വീഡിയോസ് ചെയ്ത് അത് പിന്നെ സ്റ്റോറി ആക്കിയിട്ട് അതിന് പ്രതികരിക്കുന്ന തരത്തിലോട്ട്? അപ്പോൾ രേണു തന്നെ പറയാം, രേണുവിന് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ രേണു ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രേണു ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ മാനസികമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട എങ്കിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മാനസികമായിട്ട് ഒരു കൂൾ മൈൻഡോടുകൂടി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ല, നമ്മൾ സോഷ്യൽ മീഡിയ എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ചുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് വ്യക്തമാണ്. പിന്നെ രേണു വീഡിയോസ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതൊക്കെ രേണുവിൻ്റെ ഇഷ്ടമാണ്. പക്ഷെ അതിൽ വരുന്ന കമൻറ്റുകൾ എല്ലാം ഒരുപോലെ പോസിറ്റീവ് ആയിരിക്കണമെന്ന് നമുക്കൊരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. പല മൈൻഡുള്ളവർ, പലതരത്തിൽ ചിന്തിക്കുന്നവരൊക്കെ കാണും. അവർ പല രീതിയിൽ കമൻറ്റ് ചെയ്യും. അതിനൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക, നമ്മളതൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടതെന്ന് പറയുന്നത്.
അതിന് മറുപടി കൊടുക്കാതിരിക്കുക. എന്തിനാണ് ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അത് സ്റ്റോറിയാക്കി ഇട്ട് പിന്നെ അതിൽ ഒരു ക്യാപ്ഷനൊക്കെ വെച്ചുകൊണ്ട് അത് വീണ്ടും വീണ്ടും ആളുകൾക്ക് ഒരു സംസാര വിഷയമാക്കി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നിൽക്കുന്നത് എന്തിനാണ് എന്നതാണ് മനസ്സിലാവാത്തത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെങ്കിലും രേണു ഒഴിവാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അനാവശ്യ കാര്യങ്ങളിൽ അത് എടുത്തുകൊണ്ട് പ്രതികരിക്കാനായിട്ട് നിൽക്കരുത്. ഈ ഒരു സമയത്ത് ഈ രേണുവിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അത് ഒഴിവാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടതെന്ന് പറയുന്നത്. അതിൽ ചെന്ന് നമ്മൾ കയറി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അത് രേണു ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളെ കാര്യത്തില്ല മറ്റുള്ളവർ ചിന്തിക്കുന്നതെന്ന് പറയുന്നത്. അവരുടെ വാ മൂടിക്കെട്ടാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാം. അതിന് പറ്റത്തില്ലെങ്കിൽ പിന്നെ ഈ പറയുന്നതിലൊന്നും തന്നെ അർത്ഥമില്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് ഇനിയും രേണു മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.